أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവരുടെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീകളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ. തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യ ജീവിതം അനവധി പരീക്ഷണങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുന്നു. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആൻ പറയുന്നത് വലബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഖൈർ കൊണ്ടും ശർറ് കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും എന്നത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു രോഗമോ പ്രയാസങ്ങളോ വിഷമങ്ങളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കൊണ്ടായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ജീവിതത്തിൽ ധാരാളമായി സമ്പത്ത് നൽകി, അനുഗ്രഹങ്ങൾ നൽകി, ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി ആ നിലക്കായിരിക്കാം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അല്ലാഹുവിന്റെ പരീക്ഷണം കടന്നു വരുന്നത്. ആമുഖമായി ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ നമുക്കൊക്കെ സുപരിചിതമായ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 155 മുതൽ 157 വരെയുള്ള 3 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. അവിടെ വ്യത്യസ്തമായ ചില പരീക്ഷണ ഘട്ടങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. വലനബ്ലുവന്നകും, നിശ്ചയമായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിക്കും എന്ന് പറയാതെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ തഅക്കീദ് ചെയ്ത് ഉറപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബിശൈഇൻ, ഏതാനും ചില കാര്യങ്ങൾ കൊണ്ട്. എന്നാൽ 5ഓളം രൂപത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എണ്ണി പറയുകയാണ്. അതിൽ ഒന്നാമത് അല്ലാഹു പറയുന്നത് മിനൽ ഖൗഫി, ഖൗഫ് കൊണ്ട്, ഭയം കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ്. അപ്പൊ നമ്മളെല്ലാവരും നേരിടുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് ഭയമാണ്. ഭയമില്ലാത്ത സമാധാനചിത്തമായ നിർഭയത്വമുള്ള ഒരു ജീവിതമാണ് ഏതൊരു മനുഷ്യനും ഒന്നാമതായി ഏതൊരാളും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ജീവിതത്തിൽ സാമ്പത്തികമായി എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഒരല്പം മനസ്സമാധാനം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കാത്ത, ചിന്തിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. അപ്പോൾ ഒന്നാമത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, നിർഭയത്വമാണ്,
ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധിപ്പിക്കുകയാണ്. ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ ഏതെല്ലാം നിലക്കാണ് ഭയം കൊണ്ട് നമ്മളെല്ലാവരും പരീക്ഷിക്കപ്പെടുന്നത്. പലപ്പോഴും ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം, നിർഭയത്വം ഇല്ലയോ, നമ്മുടെ വിശ്വാസത്തിന് തകരാറുണ്ട് എന്ന് ഒന്നാമതായി നമ്മൾ തിരിച്ചറിയണം. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിച്ചവരായ ആളുകൾ അവരുടെ വിശ്വാസത്തിൽ അവർ ദുൽമ കലർത്തിയിട്ടില്ല. എന്താണ് ഇവിടെ പറയുന്ന ദുൽമ? ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, അത് വമ്പിച്ച അക്രമമാണ്, മഹാപാതകമാണ്. അതാണ് ഏറ്റവും വലിയ ദുൽമ. അവർ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ കലർത്തി കൂട്ടുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സമാധാനമുള്ളത്, അവരാണ് സന്മാർഗം പ്രാപിച്ചവരായ ആളുകൾ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിത്തരുന്നുണ്ട്. അവർ ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന അതല്ലെങ്കിൽ ഭയപ്പെടുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ, മേഖലകളുണ്ടോ, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കുക. പല സംസ്ഥാനങ്ങളിലും നമുക്കറിയാം പള്ളികൾ തകർക്കപ്പെടുന്നുണ്ട്. അവിടെ കൃത്യമായി സമാധാനത്തോടുകൂടി വന്ന് സുജൂദ് ചെയ്യാൻ കഴിയാത്ത, നമസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവിടെയെല്ലാം ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ടതും മാറ്റങ്ങൾ വരുത്തേണ്ടതും വിശ്വാസപരമായി നമുക്ക് സംഭവിച്ച പുതുക്കുത്തുകളെയാണ്. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ പോലും വിശ്വാസപരമായി എത്രമാത്രം വലിയ അബദ്ധങ്ങളും പിഴവുകളും തെറ്റിദ്ധാരണകളും മുസ്ലിം സമൂഹം വെച്ച് പുലർത്തുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസമാണ് ഖുർആൻ തങ്ങളുടെ പേരിലുള്ള ഒരു ജാറവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെടുന്നത്. മുഹദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ വിളിച്ചു, തന്റെ അടുക്കലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഖുർആൻ തങ്ങൾ പറയുകയാണ്, എന്റെ മരണത്തിന്റെ സമയമായി ഇതാ ഔലിയാക്കളുടെ സുൽത്താനായ പ്രസിഡന്റായ മുഹദ്ദീൻ ശൈഖ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എന്നെ വിളിച്ചിരിക്കുകയാണ്, ഞാൻ പോവുകയാണ് എന്നൊരു മനുഷ്യൻ പറയുകയാണ്. ഇതെല്ലാം സമൂഹത്തിൽ വിശ്വസിക്കപ്പെടുകയാണ്, പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെ വിശ്വാസപരമായ പിഴവുകൾ എത്രമാത്രം അധികരിക്കുന്നുവോ അത്രമാത്രം ജീവിതത്തിൽ നിന്ന് നിർഭയത്വം, സമാധാനം നഷ്ടപ്പെടും, ഭയം നിങ്ങളിലേക്ക് കടന്നു വരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഭയം കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ഇനി നോക്കി, നിങ്ങൾ സ്വാഭാവികമായിട്ട് നാം അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ശക്തമായി മഴ പെയ്താൽ, ശക്തമായി കാറ്റടിച്ചാൽ, ഇടിമിന്നലുണ്ടായാൽ, ഇങ്ങനെ ചെറുതും വലുതുമായ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഭയം കൊണ്ട് നമ്മളെല്ലാവരും പരീക്ഷിക്കപ്പെടുകയാണ്. ഒരു 2-3 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ വീട്ടിലേക്ക് വെള്ളം കയറുകയാണ്, ക്യാമ്പുകളിലേക്ക് താമസം മാറേണ്ടി വരികയാണ്, ഗതാഗതം തടസ്സപ്പെടുകയാണ്, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്, കച്ചവടത്തെ ബാധിക്കുകയാണ്, മക്കളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുകയാണ്, പലതരത്തിലുള്ള രോഗങ്ങളെല്ലാം നാട്ടിൽ പടർന്നു പിടിക്കുകയാണ്, മുമ്പ് കേട്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള അസുഖങ്ങളെല്ലാം സമൂഹത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ഭയപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ 5 രൂപത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറയുമ്പോൾ ഈ 5-ൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു പോകാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമതായി പറഞ്ഞത് ഭയമാണ്. രണ്ടാമത് ഖുർആൻ പറയുന്നത് വൽജൂഇ, വിശപ്പ് കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. ദാരിദ്ര്യം കടന്നു വരും. വിശപ്പിന്റെ കാഠിന്യം നമുക്കറിയാം. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് നോക്കിയാൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മണിക്കൂറുകളോളം ഭക്ഷണം പൊതിക്കായിക്കൊണ്ട് അവർ ക്യൂ നിൽക്കുകയാണ്. പലപ്പോഴും ശക്തിയായി നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ പല ആളുകളും 2018 ചർച്ച ചെയ്യുകയാണ്. ആ 2018ലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പള്ളികൾ ക്യാമ്പുകളായി മാറി. ലക്ഷക്കണക്കിന് രൂപ തന്റെ അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ട് പോലും ആ ക്യാമ്പിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന വിശപ്പ് എന്താണ് എന്ന് കൃത്യമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞതാണ് കഴിഞ്ഞ 2018.
വിശുദ്ധ ഖുർആൻ പറയുന്നു വിശപ്പ് കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. അതുപോലെ തന്നെ ഓരോന്നും വിശദീകരിച്ചാൽ സമയം നീണ്ടുപോകും. സാമ്പത്തിക മാന്ദ്യം, സമ്പത്ത് കുറഞ്ഞു പോവുക, സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വരിക, ആ നിലയ്ക്ക് നാം നിങ്ങളെ പരീക്ഷിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ദേഹങ്ങളിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ അത് രോഗമാകാം, വേണ്ടപ്പെട്ട ആളുകളുടെ മരണമാകാം, ആ നിലയ്ക്ക് നാം നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഫലവർഗ്ഗങ്ങളിൽ, നിങ്ങളുടെ കായ്കനികളിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ കൃഷികളിൽ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും. ഈ ഒരാഴ്ച മഴ നീണ്ടുന്നപ്പോ കോടികളുടെ നഷ്ടമാണ് കൃഷി മേഖലകളിൽ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ 5ഓളം പരീക്ഷണ ഘട്ടങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ഈ 5ൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങൾ കയറി ഇറങ്ങി പോകാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഇവിടെ പരീക്ഷിക്കുമെന്ന് പറയാതെ ഖുർആൻ പറഞ്ഞത് ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ആ ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നബിയെ, സ്വാബിരികളായ, ക്ഷമാലുക്കളായ, ഇത്തരം പ്രതിസന്ധികളിൽ ക്ഷമ കൈക്കൊള്ളുന്നവരായ ആളുകൾക്ക് പ്രവാചകരെ അങ്ങനെ എന്ത് ചെയ്യുക? സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യ ജീവിതം. പ്രത്യേകിച്ച് വിശ്വാസികൾ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉമ്മു അലാ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന ഉമ്മി അലാ റളിയല്ലാഹു അൻഹാ ഖാലത് ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അന മരീദത്തുൻ. ഉമ്മു അലാ റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ രോഗിയായ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിച്ചു. ഫഖാല, എന്നിട്ട് അവിടുന്ന് പറയാൻ, അബ്ശിരി യാ ഉമ്മി അലാ, ഏ ഉമ്മു അലായെ നീ സന്തോഷിക്കുക. ആരോടാ പറയുന്നത്? ഒരു രോഗിയോട്. ഒരു രോഗിയെ സന്ദർശിക്കാൻ കടന്നു ചെന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രോഗിയോട് പറയുകയാണ്, ഉമ്മു അലായെ നീ സന്തോഷിക്കുക. കാരണം ഫൈന മറദൽ മുസ്ലിമി യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാഹു കമാ തുദ്ഹിബുൻ നാറു ഖബറൽ ദഹബി വൽ ഫിദ്ദ. രോഗമെന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ കഴുകിക്കളയുന്ന ഒന്നാണ്. ഏതൊരു വിശ്വാസിക്കും, ഏതൊരു മുസ്ലിമിനും അങ്ങേയറ്റത്തെ പ്രതീക്ഷ നൽകുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. പ്രവാചകൻ പറയാ, തീർച്ചയായും മുസ്ലിമായ വിശ്വാസിയായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന രോഗം, ആ രോഗം മൂലം അല്ലാഹു അവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഏതുപോലെ സ്വർണത്തിലെയും വെള്ളിയുടെയും അഴുക്കുകളെ തീ ഇല്ലാതാക്കുന്നത് പോലെ പനിയാകട്ടെ, രോഗമാകട്ടെ, വേദനയാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെയെല്ലാം കഴുകി വൃത്തിയാക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായ സന്ദർഭം അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. അത്തൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മറദിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തിന്റെ അവസ്ഥയിൽ ഞാൻ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. വഹുവ യുഅഖു വഅഖൻ ശദീദാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ വേദനയുണ്ട്, പ്രവാചകന് ശക്തമായ പനിയുണ്ട്, പ്രവാചകന്റെ വഫാത്തിന്റെ രോഗത്തിന്റെ അവസ്ഥയിലാണ്. അങ്ങനെ കടന്നു ചെന്നിട്ട് ഈ സ്വഹാബി ചോദിക്കേണ്ട, വഖുൽതു, ഞാൻ ചോദിച്ചു, ഇന്നക ലതുഅഖു വഅഖൻ ശദീദാ ഖുൽതു ഇന്ന ദാക ബി അന്ന ലക അജ്റൈൻ, പ്രവാചകരെ അങ്ങേക്ക് ശക്തമായ വേദനയുണ്ടല്ലേ, അതുകൊണ്ട് തന്നെ പ്രവാചകരെ താങ്കൾക്ക് 2 പ്രതിഫലമുണ്ടല്ലേ. പ്രവാചകന്റെ അലിയായി പ്രവാചകരോട് ചോദിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി വീടുകളിൽ കിടപ്പിലായ രോഗികൾ, ഹോസ്പിറ്റലിൽ നിന്ന് കൈയൊഴിയപ്പെട്ട ആളുകൾ, ഡോക്ടർമാർ നിങ്ങൾ മടക്കിക്കോളൂ, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന
പ്രതിസന്ധികളാകാം, കുടുംബത്തിൽ നിന്നുള്ള സമാധാനക്കേടുകളാകാം. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ ഹമ്മിൻ വലാ അദൻ എണ്ണി പ്രവാചകൻ പറയുകയാണ്. അഥവാ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ ഏതെല്ലാം വേദനകളുണ്ടോ എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞത് ഈ വേദനകൾ പ്രയാസങ്ങൾ മൂലം മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ ഇല്ലാ ഹത്തല്ലാഹു അൻഹു ഖതായാഹു കമാ തഹാത്തു വറഖുശ് ശജർ. മരം അതിന്റെ ഇലകൾ പൊഴിക്കുന്നത് പോലെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ രോഗവും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പാപങ്ങളെ കൊഴിച്ചു കളയുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരമായി ഏതുപോലെ മരങ്ങൾ അതിന്റെ ഇലകൾ പൊഴിക്കുന്നത് പോലെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖ അല്ലാഹു തആല വമാലിഹി ഖതിഅത്തുൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മുഅ്മിനത്തായ ഒരു മനുഷ്യൻ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പറയാതെ പ്രവാചകൻ പറഞ്ഞത് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരുടെ ശരീരത്തിൽ, അവരുടെ സമ്പത്തിൽ, അവരുടെ മക്കളിൽ, ഏതുവരെ ഹത്താ യൽഖ അല്ലാഹു തആല വമാലിഹി ഖതിഅത്തുൻ പാപമുക്തരായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെയാണ്. എന്ന് മനസ്സിലായി? നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയ്ക്കും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയാണ്. ദുനിയാവിൽ എത്ര വേദന നിങ്ങൾ അനുഭവിക്കുന്നുവോ അത്രയും പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു മായ്ച്ചു കളയുകയാണ്. അങ്ങനെ പാപമുക്തരായി നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ വേദനയാകട്ടെ വലുതാകട്ടെ, എത്ര നിസ്സാരമായ വേദനയാണെങ്കിലും പ്രവാചകൻ പറഞ്ഞത് മാ യുസീബുൽ മുഅ്മിൻ മിൻ ശൗകത്തിൻ ഫമാ ഫൗഖഹാ ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ ദറജ ഔ ഹത്ത അൻഹു ബിഹാ ഖതിഅതൻ. നിങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ നോക്ക് നിങ്ങൾ, അല്ലെങ്കിൽ അതിനേക്കാൾ വലുത്, ഇനി ഇതിനേക്കാൾ നിസ്സാരമായെന്ന് പറയാനില്ല. നിങ്ങളുടെ കൈയൊന്നൊടുങ്ങി, നിങ്ങളുടെ കാലിൽ എവിടെയെങ്കിലും തട്ടി, നിങ്ങളുടെ കാലിന്റെ തൊലിയൊന്നു പോയി, നിങ്ങളുടെ കാലിൽ ഒരു കുരു വന്നു, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് ചെറിയ വേദനയാകട്ടെ, കാലിൽ ഒന്ന് മുള്ള് തറച്ചാലും, കാലൊന്ന് കല്ലിൽ തട്ടിയാലും, വിരലൊന്ന് വാതിലിന്റെ ഇടയിൽ കുടുങ്ങിയാലും, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വേദനയ്ക്കും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാതിരിക്കില്ല. എന്ന് മാത്രമല്ല, ആ അനുഭവിക്കുന്ന വേദനയ്ക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഓരോരോ ദറജകൾ, പദവികൾ അല്ലാഹു ഉയർത്തി തരികയാണ്. അവ രോഗമെന്നത് ഒരു വിശ്വാസിക്ക് ആശ്വാസമാണ്. ചില രോഗങ്ങളുണ്ട്, അത് മാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില രോഗങ്ങൾ കൊണ്ട് മരണം വരെ ഒരുപക്ഷെ നമ്മളെ പരീക്ഷിച്ചേക്കാം. നമുക്കൊക്കെ അറിയാവുന്ന സംഭവമാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറയുകയാണ്, നബിയേ, ഞാനൊരു അപസ്മാര രോഗിയാണ്, എന്റെ രോഗം മാറാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചതിന്റെ രോഗം മാറ്റിയേക്കാം. അതല്ലെങ്കിൽ നീ ക്ഷമിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്, നിനക്ക് സ്വർഗമുണ്ട്. എന്ത് വേണം? ഞാൻ പ്രാർത്ഥിച്ചതിന്റെ അസുഖം മാറണോ, ക്ഷമയോടെ അതിനെ തരണം ചെയ്ത് നിനക്ക് സ്വർഗം നേടിയെടുക്കണോ? പ്രവാചകൻ രണ്ട് ഓപ്ഷൻ വെച്ചു ആ പെണ്ണിന്റെ മുന്നിൽ. ആ പെണ്ണ് പറഞ്ഞു, നബിയെ, എനിക്ക് സ്വർഗം മതി, ഞാൻ ക്ഷമിച്ചോളാം, ഞാൻ സഹിച്ചോളാം. എന്റെ രോഗം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് പ്രവാചകരെ. ആ പെണ്ണിന്റെ ഈമാൻ നോക്ക് നിങ്ങൾ. എന്നിട്ട് ആ പെണ്ണ് പ്രവാചകരോട് പറഞ്ഞു, നബിയെ, ഒരു കാര്യം അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യണം. ഞാൻ പലപ്പോഴും ബോധം കെട്ട് താഴെ വീഴുന്നു, എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങി പോകുന്നു, എന്റെ ഔറത്ത് വെളിവാകുന്നു, അതില്ലാതിരിക്കാൻ എന്ന് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നോക്ക് നിങ്ങൾ, ഒരു രോഗിയും നിരാശപ്പെടേണ്ടതില്ല. എന്തിനാണ് റബ്ബേ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ആർക്കും വേണ്ട
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നമുക്കൊക്കെ മനസ്സിലായി. എന്താ മനസ്സിലായത്? നാട്ടിലാരും മരിച്ചിട്ടുണ്ട്. ഈ വചനം കേൾക്കുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചോദിക്കും, ആരെങ്കിലും മരിച്ചോ? ഇത് ഖുർആനിലെ ആയത്താണ്. മഹല്ലിൽ ആരെങ്കിലും മരിക്കുമ്പോ മൈക്കിലൂടെ വിളിച്ചു പറയാൻ കമ്മിറ്റി കൂടി തീരുമാനിച്ച സെന്റൻസ് അല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 156-ാമത്തെ ആയത്താണത്. അത് വിശ്വാസികളുടെ ഇസ്തിർജാഅൻ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവരുടെ ജീവിതത്തിൽ വല്ല മുസീബത്ത് ബാധിച്ചാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങി ചെല്ലേണ്ടവരുമാണ്. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളിലും ഈ വാചകം നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരേണ്ട ഒരു സെന്റൻസ് ആണത്. അല്ലാഹുവേ, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, നീയാണ് ഞങ്ങൾക്ക് എല്ലാം തന്നത്, എല്ലാം തിരിച്ചെടുക്കാനുള്ള അവകാശവും നിനക്കാണ്. അതിന് ഒരാളുടെയും പെർമിഷൻ നീ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിനക്കുള്ളവരാണ്, നിന്നിലേക്ക് മടങ്ങി വരാനുള്ളവരാണ്. ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധിയിലും ഏത് ദുരന്ത വാർത്ത കേട്ടാലും മരണ വാർത്ത കേട്ടാലും ഏത് അപകടം നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടാലും ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനമായിരിക്കണം. അതുകൊണ്ട് ഏതൊരു രോഗിയും ആശ്വസിക്കാം, സമാധാനിക്കാം, പ്രതീക്ഷിക്കാം. ഇവിടെ പ്രയാസം അനുഭവിച്ചാൽ നാളെ പരലോകത്ത് പാപമുക്തരായി അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. സ്വർഗമാണ് പ്രതിഫലം. ഇനി രോഗം ബാധിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ചില വശങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ചില ആളുകൾ പറയാറുള്ളത് പോലെ എനിക്കൊരു ജീവിതം വേണ്ട എന്ന് നമ്മൾ പറയരുത്. നിരാശ പാടില്ല. അല്ലാഹുവിൽ നമുക്ക് പ്രതീക്ഷ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, ലാ യതമന്നയന അഹദുകുൽ മൗത ലിദുരിൻ അസാബഹു ഫഇൻ കാന ലാ ബുദ്ദ ഫാഇല. നിങ്ങൾ ആരും തന്നെ മരണത്തെ കൊതിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും പാടില്ല. അഥവാ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും നിരാശരായി മരണത്തെ കൊതിക്കുകയോ പ്രാർത്ഥിക്കുകയോ അരുത്. പിന്നെ എന്തു വേണം? ഇനി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, നിവൃത്തിയില്ല, സഹിക്കാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറം ഒരാളും തിരിഞ്ഞു നോക്കാനില്ല, പരിഹരിക്കാനാണില്ല, വൃത്തിയാക്കാനാണില്ല, മരുന്ന് വാങ്ങിത്തരാനാണില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണില്ല, എല്ലാവരും കൈവഴിയപ്പെട്ടു. അങ്ങനെ ഒരു അനിവാര്യമായ ഘട്ടം വന്നാൽ ആ ഘട്ടത്തിൽ പോലും റബ്ബേ എന്നെ മരിപ്പിക്കണേ എന്നല്ല പറയേണ്ടത്. നേരെ മറിച്ച് ഫല്യഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വ തവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. അല്ലാഹുവേ, ജീവിതമാണ് ഗുണമെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ, അതല്ല മരണമാണ് ഗുണമെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ എന്നേ നിങ്ങൾ ആ ഘട്ടത്തിൽ പോലും പറയാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ വിശുദ്ധ ഖുർആൻ നടത്തുക. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മറിച്ചാൽ പ്രവാചകന്മാർ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലെ 21-ാം അധ്യായം. ഒരു പ്രവാചകന്റെ രോഗത്തിന്റെ അവസ്ഥ വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. വിശദമായി പറയാനുള്ള സമയമില്ല, നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഖുർആൻ പറയുക, അയ്യൂബിനെ നിങ്ങൾ ഓർക്കണം. അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. അപ്പൊ ഒന്ന്, രോഗത്തിന്റെ സമയത്ത് ക്ഷമ വേണം, പ്രതീക്ഷ വേണം, നിരാശ പാടില്ല. അതോടൊപ്പം നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമുക്ക് ഒന്നാമത് ഉണ്ടാകേണ്ട ക്ഷമയില്ല. തീർച്ചയായും ക്ഷമ ആദ്യഘട്ടത്തിലാണ്. എല്ലാം കഴിഞ്ഞ് ആകെ അടിച്ച് പൊളിച്ച് പ്രശ്നം ഉണ്ടാക്കി, ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി, ചീത്തയെ തെറിയെല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം 2 ദിവസം കഴിഞ്ഞിട്ട് സോറി. ഒന്നും വിചാരിക്കരുത്, ഞാൻ ആ ഘട്ടത്തിൽ ഞാൻ അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ചെയ്തു പോയി. 2 ദിവസം കഴിഞ്ഞിട്ടല്ല ക്ഷമ വേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്തു കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ ഖബറിന്റെ സമീപത്തിൽ നിന്ന് ഒരു പെണ്ണ് കരയെ. പ്രവാചകൻ പറഞ്ഞു, നീ ക്ഷമിക്കുക. ആ പെണ്ണിനോട് പറഞ്ഞു, നീ ക്ഷമിക്കണം. ആ പെണ്ണ് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിന് പോകാൻ പറഞ്ഞു. പ്രവാചകനാണ് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഏതോ ഒരു വ്യക്തിയാണ്, സാധാരണ മനുഷ്യനാണ്
നിശ്ചയമായും ക്ഷമ വേണ്ടത് ആദ്യഘട്ടത്തിലാ. എല്ലാം തകർത്ത് തരിപ്പണാക്കി, മക്കളെ തല്ലി, ഭാര്യയെ തല്ലി, വീട്ടിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി വന്ന് ക്ഷമ പറയാനല്ല ഒരു വിശ്വാസം ചെയ്യേണ്ടത്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ആ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത് വേണ്ടത് ക്ഷമയാണ്. ആ ഗുണം വിശ്വാസികൾക്കേ ഉണ്ടാവുള്ളൂ. ഈമാനുള്ള മനുഷ്യരെ ക്ഷമിക്കാൻ കഴിയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനത്തിൽ തന്നെ നമുക്ക് കാണാം, അജബൽ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അത്ഭുതമാണ് ഒരു മുഅ്മിനിന്റെ കാര്യം. പ്രവാചകൻ അങ്ങനെയാണ് പറയുന്നത്. ആശ്ചര്യകരം ഒരു വിശ്വാസിയുടെ കാര്യം. കാരണം എന്താ? അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. എങ്ങനെ? അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും, ആരോഗ്യം ഉണ്ടായാലും രോഗം ഉണ്ടായാലും, സന്തോഷം ഉണ്ടായാലും സന്താപമാണെങ്കിലും ഒരു മുഅ്മിനാണോ അവന്റെ എല്ലാം അവന് ഖൈറായി കലാശിക്കും. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി. ഈ ഗുണം ഒരു വിശ്വാസിക്കല്ലാണ്ട് വേറെ ആർക്കും ഉണ്ടാവില്ല. കാരണം എന്താ? അള്ളാഹു അവനൊരു സന്തോഷം നൽകിയ അവൻ അള്ളാഹുവിനോട് ശുക്ർ, നന്ദി പ്രകടിപ്പിക്കും. അപ്പൊ അള്ളാഹു കൊടുത്ത ഐശ്വര്യം അവന് എന്തായിരിക്കും? ഖൈറായി തന്നെ നിലനിൽക്കും. ഇതിനൊരു പ്രയാസം ഉണ്ടായി, വിഷമം ഉണ്ടായി, രോഗം ഉണ്ടായി, മരണം ഉണ്ടായി, അപകടം ഉണ്ടായി, നഷ്ടം ഉണ്ടായി, വേദന ഉണ്ടായി, അവൻ ക്ഷമിക്കും. ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണം. ക്ഷമ കൈക്കൊള്ളും. അപ്പോൾ അതും അവന് ഖൈറായി തന്നെ കലാശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അനുഗ്രഹം ഉണ്ടാവുമ്പോൾ നന്ദി കാണിക്കാനും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ക്ഷമിക്കാനും ഒരു മുഅ്മിനല്ലാതെ ഒരു വിശ്വാസിക്കല്ലാതെ കഴിയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു പരീക്ഷിച്ചു. ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു, സമ്പത്തൊക്കെ അല്ലാഹു തിരിച്ചു പിടിച്ചു. മക്കളുണ്ടായിരുന്നു, മക്കളെല്ലാം മരണപ്പെട്ടു. ഒന്ന് പോലും ബാക്കിയായില്ല. ആണും പെണ്ണുമായിട്ടുണ്ടായ 10-17 മക്കളിൽ ഒന്നിനെപ്പോലും താൻ മരണപ്പെട്ടാൽ തന്റെ മയ്യിത്ത് കുളിപ്പിക്കാനും ആ ജനാസയെ സംസ്കരിക്കേണ്ടതായ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഒന്നിനെപ്പോലും ബാക്കിയൊക്കെ എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പിടിച്ചു. മക്കളും പോയി, സമ്പത്തും പോയി, സാമ്പത്തികമായി സീറോ ബാലൻസിലേക്ക് ആരെത്തി? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ കയ്യിൽ ഒരു ദിവസം പണിയില്ല, 2 ദിവസം പണിയില്ല, ഇന്ന് കച്ചവടം ചെയ്തിട്ട് ലാഭമൊന്നും കിട്ടിയില്ല, കാശില്ലെങ്കിലോ വീട്ടിൽ ചെന്നാൽ പിന്നെ ആകെ പ്രശ്നമായിരിക്കും. തീർക്കുന്നത് ഭാര്യയോടായിരിക്കും. ചായ കൊടുത്തവര് ചായക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എത്ര നല്ല കറി ഉണ്ടാക്കി കൊടുത്താലും കറിക്ക് കുറ്റം പറയും. കറിയുടെ പ്രശ്നമല്ല, എന്താ? കയ്യിൽ പൈസ ഇല്ല. ചില ആളുകൾ പറയാനേ, എനിക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഭ്രാന്താണ്. ചില ആളുകൾ പറയുന്നതാ. ഖുർആൻ ഓതിയ ഇതൊക്കെ പരിഹാരം ഉണ്ടെന്നേ. പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു വെറുതെ പറഞ്ഞല്ല. ആ കാലഘട്ടത്തിലല്ല, ഈ കാലഘട്ടത്തിൽ ഫിറ്റാണ്. ഈമാൻ ഉണ്ടാകണം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്പത്തും പോയി, സന്താനങ്ങൾ പോയി, പിന്നെ ആകുള്ളത് ഈ ശരീരം, ഈ ബോഡി, ഈ ആരോഗ്യം. അല്ലാഹു ഒരു രോഗം ഇട്ടു കൊടുത്തു. ശരീരമാകെ ക്ഷയിച്ചു പോവുക, ആകെ വ്രണാവൃതമായി, ശരീരമാകെ ചീരടിയാൻ തുടങ്ങി, ദുർഗന്ധപൂരിതമായി. ചരിത്രം പറയുന്നത് ആ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ പുറത്തു വന്നു എന്നാണ്. എല്ലാവരും ഒറ്റപ്പെട്ട് വീടിന്റെ മൂലയ്ക്ക് കീറപ്പായയിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിച്ചുകൂട്ടി. ബന്ധുക്കാരൊക്കെ അകന്നുപോയി. അതിനുള്ളോ നമ്മൾ ഗൾഫിലായിരിക്കുമ്പോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുമ്പോ ബിസിനസ് ഒക്കെ നല്ല നിരക്കൊക്കെ നടക്കുമ്പോ കയ്യിൽ കുറെ പൈസയും നല്ല കൊട്ടാര സമാനമായ വീടും വീടിന്റെ ഉപർന്ന് 2-3 വില കൂടിയ കാറൊക്കെ ഉണ്ടെങ്കിലോ എപ്പോഴും ഫോൺ ചെയ്യാൻ ആളുണ്ടാവും. നമ്മൾ വിളിച്ചാൽ ഓടി വരാൻ ആളുണ്ടാവും. നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്താൽ ആളുണ്ടാവും. നമ്മുടെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞെന്ന് വിചാരിക്കും. വീട് വരെ വിൽക്കുന്ന അവസ്ഥയായി വിചാരിക്കും. ആരെങ്കിലും വിളിച്ചാൽ പോലോ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബന്ധുക്കാർ, അയൽവാസികൾ എല്ലാവരും അകന്നുപോയി. ആ അയ്യൂബിനെ നിങ്ങൾ ഓർക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചു. അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. റബ്ബേ, നീയാണ് അർഹമുർ റഹീമീൻ. അഥവാ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ നീയാണ് റബ്ബേ. എനിക്ക് ദാ ദുർറ് ബാധിച്ചിരിക്കുന്നു, കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു. ആ ഘട്ടത്തിൽ പോലും റബ്ബേ നീ എന്നെ കഷ്ടപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞില്ല. അതാണ് നമ്മളൊരു ജലദോഷം വന്ന്, ഒരു പനി വന്ന് 3 ദിവസമായി, 4 ദിവസമായി, ഒരാഴ്ചയായി നമ്മൾ പറയാ ഹലാക്കിന്റെ വഴി, ഈ ഇടങ്ങേറ് പിടിച്ച തുമ്മല്, ഇത് എന്നെ കൊണ്ടേ പോവുള്ളൂ. എന്തൊരു രോഗമാണ്. നമ്മളൊരു പ്രാക്കോട് പ്രാക്കായി. നമ്മൾ ഏത് ഡോക്ടറെ കണ്ടോ
പോലും പറഞ്ഞില്ല. നോക്ക് നിങ്ങൾ, അതാണ് ഒന്നാമത് വേണ്ടത്, ക്ഷമയാണ്, പ്രതീക്ഷയാണ്. എന്നിട്ട് അല്ലാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കണം. അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബേ എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചു, എന്റെ കഷ്ടപ്പാട് നീ മാറ്റി തരണം, നീയാണ് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ. റഹ്മാനായ റബ്ബേ, ആ പ്രവാചകന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരി, അദ്ദേഹത്തെ ബാധിച്ച ദുർറ് നാം അദ്ദേഹത്തിൽ നീക്കിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83-84 രണ്ട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം പറയുന്നുണ്ട്. എങ്ങനെ രോഗം മാറിയത്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ഭാര്യയും അളിയനും വന്നപ്പോ എനിക്കൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു അവരോട്. അങ്ങനെ അവർ കുളിക്കാനുള്ള വെള്ളമെല്ലാം കുളിപ്പുരയിൽ കൊണ്ടുപോയി വെച്ചു. അയ്യൂബ് അലൈഹിസ്സലാമിനെ താങ്ങിയെടുത്തുകൊണ്ട് കുളിമുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കുളിമുറിയിൽ കുളിക്കാനിരിക്കുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബൈന അയ്യൂബ് യഗ്തസിലു ഉറിയാൻ, അയ്യൂബ് അലൈഹിസ്സലാം നഗ്നനായി കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഫഖറ അലൈഹി ജറാദുൻ മിൻ ദഹബ്, സ്വർണ്ണത്തിന്റെ വെട്ടുകിളികൾ ആ പ്രവാചകന്റെ മുന്നിൽ വന്ന് വീഴുകയാണ്, സ്വർണ്ണക്കട്ടികളായി. അദ്ദേഹം ഇങ്ങനെ കുളിമുറിയിൽ ഇങ്ങനെ ഇരുന്ന് കുളിക്കാനായി ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വസ്ത്രം മാറ്റുമ്പോ ശാരീരികമായി അനുഭവിക്കുന്ന വേദനയേക്കാൾ വലുതായിരിക്കും മാനസികമായിട്ടുണ്ടാകുന്ന വേദന. നമുക്കൊരു രോഗം വന്നാൽ തന്നെ നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞു വിചാരിക്കും. എപ്പോഴും ഈ കൈ കൊണ്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, കൈ അനക്കാൻ വയ്യ. ആ കൈയുടെ പരിക്ക് പറ്റിയ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വേദനയേക്കാൾ കൂടുതൽ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമായിരിക്കും, അല്ലെ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഡ്രസ് ഇങ്ങനെ ഊരി മാറ്റാൻ കഴിയാത്ത അവസ്ഥ. ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ശരീരമൊക്കെ ചീഞ്ഞളിഞ്ഞ് വസ്ത്രം ഇങ്ങനെ ഊരിയാൽ അതിങ്ങനെ ശരീരത്തിൽ നിന്ന് വിട്ടുപോരാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥയിലായിരുന്നു ആ പ്രവാചകൻ. തന്റെ ശരീരത്തിന്റെ അവസ്ഥ കാണുമ്പോ ആ കുളിമുറിയിൽ ഇരുന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ വിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളികേട്ടു, അയ്യൂബേ നീ നിന്റെ കാലിട്ടടിക്കുക. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിക്കുന്നു. രണ്ട് കാൽ കീഴിൽ നിന്നായി രണ്ട് തരം ഉറവുകൾ പുറത്തേക്ക് വരുന്നു, ഒന്ന് കുടിക്കാനും ഒന്ന് കുളിക്കാനും. ആ ശരീരത്തെ ബാധിച്ച മുഴുവൻ രോഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളഞ്ഞു. അല്ലാഹുവിൽ പ്രതീക്ഷ വേണം. രോഗം വെക്കുന്നവനാരാണ്? അല്ലാഹയാണ്. രോഗം മാറ്റുന്നവനാരാണ്? അല്ലാഹയാണ്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ. അല്ലാഹുവിടെ ഏത് രോഗം ഇറക്കിയിട്ടുണ്ടോ ആ രോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്ന് ഇറക്കിയിട്ടുണ്ട്. മരുന്നില്ലാത്ത ഒരു രോഗവും ഇല്ല. ആ മരുന്ന്, പല അസുഖത്തിനും മരുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ആ മരുന്ന് കണ്ടുപിടിക്കുന്നതിലേക്ക് നമ്മുടെ അറിവെത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞത്, മരണം ഒഴികെ ബാക്കി എല്ലാ അസുഖത്തിനും മരുന്നുണ്ട്, മരുന്നില്ലാത്തൊരു രോഗവുമില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹു രണ്ട് ഉറവുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അതിൽ നിന്ന് കുടിക്കുന്നു, ശരീരം ശുദ്ധിയാകുന്നു, ശരീരത്തെ ബാധിച്ച രോഗങ്ങളെല്ലാം മാറിപ്പോകുന്നു. എന്നിട്ടോ അത് കഴിയുമ്പോൾ ആ പ്രവാചകന്റെ തലക്ക് മീതെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും എല്ലാം കിളികളിങ്ങനെ പറന്നു സ്വർണ്ണക്കട്ടികളായി സ്വർണ്ണക്കട്ടികളായി ആ പ്രവാചകന്റെ മുന്നിൽ വീഴുന്നു. ആ സ്വർണ്ണക്കട്ടികൾ തന്റെ വസ്ത്രത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വാരിയെടുക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു, യാ അയ്യൂബ്, അലം അകുൽ അഗ്നൈതുക അമ്മാ തറാ, ഞാൻ നിന്നെ ഐശ്വര്യവാനാക്കിയത് നീ കണ്ടില്ലേ? കാല അദ്ദേഹം പറഞ്ഞു, ബലാ അതെ വഇസ്സതിക, അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് കൊണ്ട് നിന്റെ പ്രതാപം കൊണ്ട് തന്നെ സത്യം, വലാകിൻ ലാ ബിനാബി അൻ ബർക്കതിക, നിന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ മറ്റൊരു ഐശ്വര്യമില്ല. സമ്പത്തും അല്ലാഹു തിരിച്ചു കൊടുത്തു, ആരോഗ്യം തിരിച്ചു കൊടുത്തു, വീണ്ടും മക്കളുണ്ടായി, കുറെ കാലം ജീവിക്കാനുള്ള ആയുസ് കൊടുത്തു. അതുകൊണ്ട് എന്തു വേണം? ക്ഷമ വേണം, പ്രാർത്ഥന വേണം, പ്രതീക്ഷ വേണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അസുഖം വന്നാൽ നമ്മൾ ചികിത്സിക്കണം. ഏത് അസുഖത്തിനും മരുന്നുണ്ട്. അസുഖത്തിന് നമ്മൾ ചികിത്സിക്കണം. അത് ഇസ്ലാം പറഞ്ഞ, ഇസ്ലാം വെച്ച ഒരു കാരണമാണ്. വിശക്കുന്നവൻ വിശപ്പ് മാറാൻ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. ദാഹിക്കുന്നവൻ വെള്ളം കുടിക്കണം. രോഗം വന്നവൻ ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം. അതല്ലാതെ ഏതെങ്കിലും തങ്ങന്മാരുടെ അടുക്കലേക്ക് പോകാനല്ല. ഇവിടെയാണ് നമ്മുടെയൊക്കെ പ്രശ്നം. വിശ്വാസപരമായ തകരാറുകളാണ്. ഓടി
ജ്യോത്സ്യന്റെ അടുക്കൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി, 40 ദിവസത്തെ നിസ്കാരം പോയി. മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ഇന്നും പോകുന്നത് ജാറകളിലേക്കല്ലേ, ഇന്നും പോകുന്നത് ദർഗകളിലേക്കല്ലേ, രോഗം വന്നാലും പോകുന്നത് അങ്ങോട്ടേക്കല്ലേ. അവിടെ നിന്ന് കെട്ടിയ ചരട്, അവിടെ നിന്ന് മന്ത്രിച്ച് എന്ന ഏലസ്, ഇതിന്റെ പിന്നാലെയാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഭയം നീങ്ങി പോകൂല, നിർഭയത്വം ഉണ്ടാവൂല, സമാധാനം ഉണ്ടാവൂല, ദുനിയാവിൽ അസ്വസ്ഥത, ആഖിറത്ത് നഷ്ടമായി തീരുന്ന അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ. കാണുമ്പോൾ ചിലപ്പോൾ നിസ്സാരമായിരിക്കാം, പക്ഷെ അവർ അനുഭവിക്കുന്നത് വലിയ പ്രയാസമായിരിക്കാം. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അവരോട് പറയുക, ഇതെല്ലാം ഒരു പരീക്ഷണമാണ്, ഇതെല്ലാം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായി മാറണം. തന്റെ രോഗം ഏത് വേദനക്കും എത്രത്തോളം മറന്നു പോകരുത്. നമ്മുടെ കാലിൽ ഒരു മുള്ളു നിറച്ചാൽ പോലും, ഇനി ഒരാൾ നമ്മളെ ചീത്ത വിളിച്ചു, അടിച്ചു, ശരീരം വേദനിച്ചു, മനസ്സ് വേദനിച്ചു, അതിനുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ക്ഷമയോടെ, പ്രതീക്ഷയോടെ, നിരാശയില്ലാതെ, ആശകൾ മുറിഞ്ഞു പോകാതെ നിരന്തരമായി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അത്തരക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال رسول الله صلى الله عليه وسلم: إذا مرض العبد أو سافر كتب له مثل ما كان يعمل مقيما صحيحا. رواه البخاري. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: ഇദാ മരീദൽ അബ്ദു ഔ സാഫറ, ഒരാൾ രോഗിയെ അതല്ലെങ്കിൽ യാത്രയിലായി, കുതിബ ലഹു മിസ്ലു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് വേണ്ടി രേഖപ്പെടുത്തും, മാ കാന യഅമലു മുഖീമൻ ഔ സ്വഹീഹൻ. ആ മനുഷ്യൻ നാട്ടിലായിരിക്കുന്ന അവസ്ഥയിൽ, ആരോഗ്യവാനായിരുന്ന അവസ്ഥയിൽ എങ്ങനെയാണോ സൽക്കർമ്മങ്ങൾ ചെയ്തത് അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്യുന്നു? രോഗാവസ്ഥയിലും യാത്രയിലും അല്ലാഹു നന്മകൾ രേഖപ്പെടുത്തുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ദുഹർ 4 റക്അത്ത് നമസ്കരിക്കുന്നു, അസ്ർ 4 റക്അത്ത് നമസ്കരിക്കുന്നു. ഓരോ നമസ്കാരവും അതാത് നമസ്കാരത്തിന്റെ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ്, നമ്മൾ നിർവഹിക്കുന്നു. ഒരാൾ യാത്ര പോവാണ്, യാത്രക്കാരന് ഒരുപാട് ഇളവുകളുണ്ട്. യാത്രയിൽ എന്ത് ചെയ്യുന്നു? ജമ്മും കസ്റുമായി നമസ്കരിക്കുന്നു, 2 നമസ്കാരവും ഒന്നിച്ച് നമസ്കരിക്കുന്നു. ദുഹർ അസ്റും തമ്മിൽ, മഗ്രിബ് ഇശായും തമ്മിൽ. അതുപോലെ 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി ഖസറായി ചുരുക്കി നിസ്കരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 റക്അത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്താം. ആ യാത്രക്കാരൻ യാത്രയിൽ ഇളവുകൾ എടുക്കുമ്പോൾ, യാത്ര അല്ലാത്ത സമയത്ത് നാട്ടിലായിരിക്കുമ്പോൾ അവൻ കൃത്യമായി സമയബന്ധിതമായി നമസ്കാരം നിർവഹിക്കുന്ന വ്യക്തിയാണോ, ആ യാത്രയിൽ എത്ര ഇടപെടുത്താലും അവന്റെ പ്രതിഫലത്തിൽ കുറയുന്നില്ല. നാട്ടിലായിരിക്കുമ്പോ അവന്റെ അമലുകൾക്ക് അല്ലാഹു രേഖപ്പെടുത്തിയതുപോലെ യാത്രയിലും അല്ലാഹു രേഖപ്പെടുത്തുന്ന എത്ര കാര്യമാണ്. ഇനി നമ്മൾ രോഗിയായി, രോഗമില്ലാത്ത ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പള്ളിയിൽ വന്ന് ജമാഅത്തായി നമ്മൾ നിസ്കരിക്കാൻ, രോഗിയാണ്, കിടപ്പിലാണ്, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. രോഗാവസ്ഥയിൽ നമുക്ക് നമ്മുടെ അമലുകളിൽ ഒരുപാട് കുറവുകൾ സംഭവിക്കും. അപ്പൊ അല്ലാഹു എങ്ങനെ പ്രതിഫലം രേഖപ്പെടുത്താൻ, എങ്ങനെ അല്ലാഹു കണക്കാക്കാം? ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അല്ലെങ്കിൽ ഐസിയുലാണ്, നമുക്ക് പള്ളിയിൽ വരാൻ പറ്റോ? ഒരു ഖുർആൻ ക്ലാസ്സിൽ വരാൻ പറ്റോ? മറ്റേതെങ്കിലും നന്മയുടെ സദസ്സിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റോ? ഇല്ല. അപ്പൊ അല്ലാഹു പരിഗണിക്കാം, ഇവന്റെ ആരോഗ്യമുള്ള സമയത്ത് പള്ളിയിൽ പോയിട്ടുണ്ടോ? അത് പരിഗണിച്ചിട്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുക? അവന്റെ രോഗാവസ്ഥയിൽ അവന് പ്രതിഫലം കൊടുക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ദാരിദ്ര്യം പിടികൂടുന്നതിന് മുമ്പ് സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇവിടെ ചെലവഴിക്കാം. എല്ലാ കാര്യവും ഒന്നുമില്ല, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലെത്തി, അന്നേരമാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത്
10 ലക്ഷം കിട്ടിയിരുന്നെങ്കിൽ 25,000 പള്ളി കൊടുക്കായിരുന്നു. കോടികളിട്ട് അമ്മാനാടിയപ്പോ 10 പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ സമ്പത്തുള്ള സമയത്ത് എങ്ങനെയാണോ നീ ചെലവഴിച്ചത്, നിന്റെ ദാരിദ്ര്യാവസ്ഥയിൽ അല്ലാഹു പരിഗണിക്കും. വല്ലാത്തൊരു പ്രവാചക വചനമാണ്. അവ യാത്രയിലാകട്ടെ ലോകാവസ്ഥയിലാകട്ടെ, നീ നാട്ടിലായിരിക്കുമ്പോ ആരോഗ്യമുള്ള സമയത്ത് എങ്ങനെയാണോ അമലുകൾ ചെയ്തത്, അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ലോകാവസ്ഥയിലും യാത്രയിലുമെല്ലാം പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരോഗ്യം എന്നത് വലിയൊരു അനുഗ്രഹമാണ്. നിഅ്മതാനി മഖ്ബൂലും ഫീഹിമാ കസീറു മിനന്നാസി അസ്ഹിഖതു വൽ ഫറാ. പ്രവാചകന്റെ ഒരു വചനമാണ്. മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ പോകുന്ന 2 നിഅ്മത്തുകളാണ്. ഒന്ന് ഏതാണ്? ആരോഗ്യമാണ്. മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അല്ലാഹു തന്ന വലിയൊരു നിഅ്മത്താണ് ആരോഗ്യം. ഒരു രോഗിയുടെ അവസ്ഥയിലേക്ക്, ശരീരത്തിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ വില നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ട് അല്ലാഹു തന്ന ആരോഗ്യം, അല്ലാഹു തന്ന ആയുസ്, അല്ലാഹു തന്ന അറിവ്, അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യഥാർത്ഥ ദീനിന്റെ ആളുകളായി മാറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ.